റാം നാരായൺ റാം. ഇന്ന് ആളുകൾ വ്യക്തിഗത ഉടമസ്ഥതയെ അടിസ്ഥാനമാക്കി ജീവിച്ചിരിപ്പാണ്. എന്നാൽ ചിന്തിക്കേണ്ട കാര്യമിത്: ഇതിനെ എങ്ങനെ നീക്കം ചെയ്യാനാകും? 800 കോടി ജനങ്ങളുടെ അവകാശം ആരുടെ കയ്യിലാണ്? ആ 150 കോടി ജനങ്ങളുടെ കയ്യിലാണ്. കാരണം അവർ തന്നെയാണ് 800 കോടി ആളുകളെ നിയന്ത്രിക്കുന്നത്. ആ 150 കോടി പേരെ ധനികരാക്കിയത് ആരാണ്? അവരെ വ്യക്തിഗത ഉടമസ്ഥതയുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് ഉണ്ടാക്കിയതെന്ന് വ്യക്തമാണ്. മനുഷ്യൻ നിർമ്മിച്ച ഭരണഘടനയും മതങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ചേർന്നാണ് വ്യക്തിഗത ഉടമസ്ഥതയെ സൃഷ്ടിച്ചത്. 150 കോടി പേർ 800 കോടി ആളുകളെ നിയന്ത്രിച്ചാൽ, ജോലി നൽകി അവരെ ആശ്രിതരാക്കുമെങ്കിൽ സ്വാഭാവികമായും അവർ അവരിൽ ആശ്രിതരാകും. എന്തെന്നാൽ ഒരു വ്യക്തിക്ക് തൻ്റെ കുടുംബം പോഷിപ്പിക്കാനും ഭക്ഷണം, വസ്ത്രം, വീട് തുടങ്ങിയ ആവശ്യങ്ങൾ നിറവേറ്റാനുമാകേണ്ടതുണ്ട്. അതിനാൽ വ്യക്തിഗത ഉടമസ്ഥതയെ ഇല്ലാതാക്കണമെങ്കിൽ മനുഷ്യൻ നിർമ്മിച്ച മതങ്ങളും ഭരണഘടനയും മാറ്റേണ്ടതുണ്ട്. ജീവിതത്തിൻ്റെ അടിസ്ഥാനമായ പ്രകൃതിയെ സ്വീകരിച്ച് എല്ലാ മനുഷ്യരും കൊടുക്കുന്ന മനോഭാവം കൈക്കൊണ്ടാൽ അത്രയും നല്ലത്. നിങ്ങൾ ഏത് മേഖലയിൽ എത്ര മികച്ചവനാണെങ്കിലും, ഡോക്ടറായാലും എഞ്ചിനീയറായാലും നടനായാലും നിങ്ങൾക്ക് ആദരം ലഭിക്കും. എന്നാൽ ആ ആദരത്തിന് തെറ്റായ പ്രയോജനം കാണാൻ പാടില്ല. അതിനെ വ്യക്തിഗത ഉടമസ്ഥതയിലേക്കുള്ള അവകാശമായി കാണരുത്. ഓരോ വ്യക്തിക്കും അവൻ്റെ തൊഴിൽ മേഖലയിലൊരു വിലയുണ്ട്. ഒരാൾ ചെരുപ്പ് തുന്നുന്നവനാണെന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം അവൻ നിങ്ങളുടെ കാലിന് മാത്രം അനുയോജ്യനാണെന്നല്ല. അതിനാൽ സമൂഹത്തിൻ്റെ ഈ വ്യവസ്ഥ മാറ്റണം. എല്ലാവർക്കും ഒരേപോലുള്ള ബഹുമാനം നൽകണം. ഒരു ഉടമയുടെ മകൻ്റെ അവകാശം മികച്ച വിദ്യാലയത്തിൽ പഠിക്കാനുള്ളതാണെങ്കിൽ ഒരു ഡ്രൈവറുടെ മകനും അതിന് അർഹനാണ്. കുട്ടികളുടെ മനസ്സിൽ ചെറുപ്പം മുതലേ നൗകരൻ നൗകരനാണ്, യജമാൻ യജമാനനാണ് എന്ന ധാരണ വളർത്തുന്നു. ഇത് തെറ്റാണ്. ഇതുകൊണ്ടാണ് സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നത്. ഒരു കുട്ടിക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കാതെ പോകുന്നുവെങ്കിൽ അവൻ നിരാശനാകും. അവൻ്റെ നിരാശ ചൊല്ലി അവൻ ചോരായി മാറുന്നുമില്ലാതാകുമോ? ആരും ജനിച്ച പക്ഷേ കള്ളൻ അല്ല. അവൻ്റെ ചുറ്റുപാടുകളും അവൻ്റെ നിർബന്ധിത സാഹചര്യങ്ങളുമാണ് അവനെ കള്ളനാക്കുന്നത്. അതിനാൽ വ്യക്തിഗത ഉടമസ്ഥതയെ ഇല്ലാതാക്കൂ, പിന്നെ എല്ലാം ശരിയായിരിക്കും. മഹാഗുരു ബാലക് ബ്രഹ്മചാരി ജി എല്ലാവരും പ്രകൃതിയെ സ്വീകരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതിനാലാണ് സന്താൻ ദൾ വഴി എല്ലാവർക്കും റാം നാരായൺ റാം ജപിക്കാൻ ആവശ്യപ്പെടുന്നത്. മനുഷ്യർ സ്വയം മഹാനെന്ന് കരുതേണ്ടതില്ല. കാരണം മഹത്വം പ്രകൃതിക്കാണ്. പ്രകൃതിയില്ലെങ്കിൽ ഒന്നുമില്ല. 1 മിനിറ്റ് പോലും വായു നിൽക്കുന്നുവെങ്കിൽ മനുഷ്യർ ശ്വാസം മുട്ടും. റാം നാരായൺ റാം എന്ന മന്ത്രത്തിൽ മുഴുവൻ ബ്രഹ്മാണ്ടവും അടങ്ങിയിരിക്കുന്നു. ആരെങ്കിലും ഒരിക്കലെങ്കിലും ഈ മന്ത്രം ജപിച്ചാൽ ആ ബ്രഹ്മാണ്ടം മുഴുവൻ ഓർക്കുന്ന പോലെയാണ്. ഈ ബീജമന്ത്രം ശരിയായ വഴിയെ കാണിക്കുകയും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറ്റുകയും ചെയ്യും. ഇതുവരെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ മന്ത്രത്തിലൂടെ ജീവിതം മാറ്റിയിട്ടുണ്ട്. അതിനാൽ നിങ്ങളെയും ഉടൻ ഈ മന്ത്രവുമായി ബന്ധിപ്പിക്കപ്പെടുകയും ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യൂ.